ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. JC ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 9th CBSEയിലെ സോഷ്യൽ സയൻസിലെ ജോഗ്രഫി ഭാഗത്ത് നിന്ന് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ, നമുക്ക് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങൾ നോക്ക്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യയെ കുറിച്ച് തന്നെയാണ് അല്ലേ. ഇന്ത്യ എന്ന് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് ഡൈവേഴ്സിറ്റീസ് നിറഞ്ഞതാണ് ഇത് നമ്മുടെ ഇന്ത്യ അല്ലേ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അവർ ഇന്ത്യ ഈസ് മോസ്റ്റ് 12th മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രീസ് ഓഫ് ദി വേൾഡ്. മക്കളെ ശ്രദ്ധിക്കണം, വേൾഡിലെ തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഗാ ഡൈവേഴ്സിറ്റീസ് ഉള്ള നാഷൻസിനെ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി, അതിനകത്ത് ആര് വരുന്നുണ്ട്, ഇന്ത്യ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. അതിലൊരു 12th മെഗാ ബയോഡൈവേഴ്സിറ്റി ആയിട്ടുള്ള കൺട്രിയാണ് ആക്ച്വലി ആര്, നമ്മുടെ ഇന്ത്യ എന്നുള്ളത് മനസ്സിലാക്കി കേട്ടോ. അത്രയും ഡൈവേഴ്സിറ്റീസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് മക്കളെ. ആ ഡൈവേഴ്സിറ്റീസ് എന്തിലൊക്കെ ഉണ്ട് നിങ്ങൾ നോക്കി. ഇപ്പം നാച്ചുറുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നാച്ചുറൽ ഒരുപാട് ഡിഫറൻസുകൾ, ഒരുപാട് ഡൈവേഴ്സിറ്റീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാടുണ്ട്. നിങ്ങൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ പറ്റില്ലേ, ഇപ്പോൾ ഇന്ത്യക്കകത്ത് നിങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഏകദേശം ഒരു 15,000 ഫ്ലവറിംഗ് പ്ലാന്റ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യക്കകത്ത് കാണുന്നുണ്ട്. അതിൽ തന്നെ നിങ്ങൾ കണ്ടത് ഒരു 60% ഓഫ് വേൾഡിലുള്ള ഈ പറയുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സും എവിടെ തന്നെയാണ്, ഇന്ത്യക്കകത്താണ്. അത്രയും ഇന്ത്യക്ക് എന്ത് ചെയ്യുന്നുണ്ട് വെറൈറ്റി ആയിട്ടുള്ളത്. അതേപോലെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് വെർജിൻ വെജിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം. എന്താണ് വെർജിൻ വെജിറ്റേഷൻ മക്കളെ? ഈ വെർജിൻ വെജിറ്റേഷനെ നമ്മൾ നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് കൂടി എന്ന് പറയും അല്ലേ. നമ്മുടെ ചാപ്റ്ററിന്റെ നെയിം തന്നെ നിങ്ങൾക്കറിയാം, നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ് ആണ്. അപ്പോൾ വെർജിൻ വെജിറ്റേഷൻ ഓർ natural vegetation. What is natural vegetation? It is refers to a plant community which has grown naturally without human aid, has left undisturbed by humans for a long time. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ ഹ്യൂമൻ ബീയിങ്സിന്റെ, അതായത് കുറേ വർഷക്കാലമായിട്ട് ഹ്യൂമൻ ബീയിങ്സിന്റെ യാതൊരു വിധത്തിലേക്കുള്ള ഒരു ഇടപെടലോ കാര്യങ്ങളോ ഇല്ലാത്ത ആ ഒരു നാച്ചുറൽ ആയിട്ട് തന്നെ വളർന്നു വരുന്ന ഒരു വെജിറ്റേഷൻ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നാച്ചുറൽ വെജിറ്റേഷൻ അല്ലെങ്കിൽ വെർജിൻ വെജിറ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പിക്ചറിൽ നിങ്ങൾ നോക്കേണ്ടോ, ഇതെല്ലാം നിങ്ങൾ നോക്കിയാൽ ഇത് നാച്ചുറൽ ആയിട്ടുള്ളതാണ് അല്ലേ. അതായത് ഹ്യൂമൻ ബീയിങ്സിനൊന്നും ഒരു റോളും ഇതിനകത്ത് എന്ത് ചെയ്യുന്നില്ല, ഇല്ല, എല്ലാം നാച്ചുറൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള വെജിറ്റേഷനാണ് നമ്മൾ എന്ത് പറയുക വെർജിൻ വെജിറ്റേഷൻ, അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്തുകൂടി പറയാൻ പറ്റും, നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് കൂടി പറയാം അല്ലേ. വെർജിൻ വെജിറ്റേഷൻ ഓർ നാച്ചുറൽ വെജിറ്റേഷൻ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി വേൾഡിലുള്ള ഈ ഒരു വെജിറ്റേഷനെ, നമ്മുടെ ഈ പറയുന്ന നാച്ചുറൽ വെജിറ്റേഷൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ടൈപ്സ് ഓഫ് വെജിറ്റേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെജിറ്റേഷൻ. ഈ ചാപ്റ്ററിനകത്ത് ആകെ പറയുന്നത് ഈ ഒരു ഭാഗങ്ങളാണ് മക്കളെ. കാരണം ഈ ടൈപ്സ് ഓഫ് വെജിറ്റേഷനിൽ ഫസ്റ്റ് വൺ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. സെക്കൻഡ് വൺ ട്രോപ്പിക്കൽ ഡിസീഡിയസ് ഫോറസ്റ്റ് ഉണ്ട്. പിന്നെ ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് ആൻഡ് സെർവ്സ് ഉണ്ട്. അതേപോലെ തന്നെ മൊണ്ടൈൻ ഫോറസ്റ്റ് ഉണ്ട് ഫോർത്ത് വൺ. ഫിഫ്ത്ത് വൺ മാൻഗ്രൂവ് ഫോറസ്റ്റ് ഉണ്ട്. ഇങ്ങനെ 5 ടൈപ്സ് ഓഫ് വെജിറ്റേഷൻസ് ആണ് വേൾഡിനകത്ത് എന്ത് ചെയ്യുന്നത് കാണാൻ പറ്റുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾക്ക് ഇത് മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. പലപ്പോഴും പലരും പറയാറുണ്ട് സാർ സോഷ്യൽ സയൻസ് ഭയങ്കര ടഫാണ് എന്ന് പറയാറുണ്ട്. മക്കളെ, അത് പഠിക്കേണ്ട രീതിയിലേക്ക് നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. നമ്മുടെ സോഷ്യൽ സയൻസിനകത്ത് ഒരുപാട് കണ്ടന്റുകളുണ്ട്, കറക്റ്റാണ്. പക്ഷെ നമ്മൾ പഠിക്കേണ്ടത് എന്താക്കണം, മാക്സിമം നമ്മൾ ഷോർട്ട് ആക്കണം. അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ ടെക്സ്റ്റ് ബുക്കിനകത്തും നമുക്ക് ചാപ്റ്ററുകളൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ സെറ്റ് ചെയ്ത് എങ്ങനെയാണ് അത് നമ്മൾ കണ്ടെത്തണം. ഈ ചാപ്റ്ററിനകത്ത് മക്കളെ ഈ ടൈപ്സ് ഓഫ് വെജിറ്റേഷൻ ആണ് മെയിനായിട്ട് വരുന്നത്. ഈ ഒരു ടൈപ്സ് ഓഫ് വെജിറ്റേഷൻ ആണ് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത്. നമ്മുടെ നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് കംപ്ലീറ്റ് ആയിട്ടും ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഓരോ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുമാണ് പറയുന്നത് ഓരോന്നിനെ കുറിച്ചും. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് എങ്ങനെയാണ് മക്കളെ. ഇതാണ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. നിങ്ങൾ നോക്കിയാൽ ഭയങ്കരമായിട്ടുള്ള ഇതുപോലെ തന്നെ ഭയങ്കര ഗ്രീനറി ഒക്കെ ആയിട്ടുള്ള പച്ചപ്പൊക്കെയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഇതാണ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. സെക്കൻഡ് വൺ നിങ്ങൾ നോക്കി, ട്രോപ്പിക്കൽ ഡിസീഡിയസ് ഫോറസ്റ്റ് ആണ്. ട്രോപ്പിക്കൽ ഡിസീഡിയസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ ഇല പൊഴിയുന്ന കാടുകളാണ്. അതായത് നിങ്ങൾ നോക്കിയാൽ കണ്ടില്ല, ഈ പറയുന്ന കുറച്ച് ഇലകളൊക്കെ കാണാം. ഇത് തന്നെ 2 ടൈപ്പ് ഉണ്ട് എന്നുള്ളതാണ്, ഡ്രൈ ഉണ്ട് അതുപോലെ തന്നെ മോയ്സ്ചർ ആയിട്ടുള്ളതുകൊണ്ട്, മോയ്സ്റ്റ് ആയിട്ടുള്ള ട്രോപ്പിക്കൽ ഡിസീഡിയസ് ഫോറസ്റ്റും ഉണ്ട്. അതേപോലെ തന്നെ തേർഡ് വൺ ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് ആൻഡ് സ്കേർബ്സ് ആണ് മക്കളെ. നമ്മുടെ ഡെസേർട്ട് പോലുള്ള റീജിയൻസ് കണ്ടിട്ടില്ലേ, അങ്ങനെയുള്ള ഡെസേർട്ട് പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ മതി പ്ലാന്റ്സുകളൊക്കെ തന്നെ വളരെ സ്കാറ്റേർഡ് ആയിട്ട്, അതായത് നിങ്ങൾ നോക്കിയാൽ അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കുറേ ഡിസ്റ്റൻസിലൊക്കെയാണ് പ്ലാന്റ്സുകളൊക്കെ എന്ത് ചെയ്യുക ഉണ്ടാവുക. അതും തന്നെ നിങ്ങൾ നോക്കിയാൽ ഷോർട്ട് ഷേപ്സുകളൊക്കെയാണ് കാണാൻ വേണ്ടി പറ്റുക, ചെറിയ ചെറിയ കുറ്റിച്ചെടികളൊക്കെയാണ് എന്ത് ചെയ്യുക കാണാൻ പറ്റുക. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, അങ്ങനെയുള്ള സ്ഥലമാണ്. പിന്നെ അതേപോലെ നെക്സ്റ്റ് വൺ മക്കളെ ശ്രദ്ധിക്കാം, മൗണ്ടെയിൻ ഫോറസ്റ്റ് ആണ്. മൗണ്ടെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മൗണ്ടെയിൻ ഉണ്ടെങ്കിൽ, വലിയൊരു മൗണ്ടെയിൻ ഉണ്ടെങ്കിൽ അതിന്റെ ഈ സറൗണ്ടിങ്സിൽ ഈ താഴെ ഭാഗത്തൊക്കെ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഉണ്ടാവില്ല, അതാണ് മൗണ്ടെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഫോർത്ത് വൺ ഫിഫ്ത്ത് വൺ ഉള്ളത് മാൻഗ്രൂവ് ഫോറസ്റ്റ് ആണ്. നിങ്ങൾക്കറിയാം മാൻഗ്രൂവ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. കോസ്റ്റൽ ഏരിയാസിൽ സാധാരണ നമുക്ക് കാണാൻ പറ്റുന്നതാണ് മാൻഗ്രൂവ്സിൽ. നമ്മുടെ കണ്ണൂർ അതേപോലെ തന്നെ പല നമ്മുടെ കോഴിക്കോട് ആയിക്കോട്ടെ, അതേപോലെ കേരളത്തിനകത്ത് പല സ്ഥലങ്ങൾ, കൊല്ലത്ത്, ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് എന്തുണ്ട് മാൻഗ്രൂവ്സ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ മാൻഗ്രൂവ് ഫോറസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ ചാപ്റ്റർ
ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൈപ്സ് ഓഫ് വെജിറ്റേഷൻ ആണ്. ടൈപ്സ് ഓഫ് വെജിറ്റേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആ ടൈപ്സ് ഓഫ് വെജിറ്റേഷനിൽ ഓരോന്നും ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ ഡിസീഡസ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് ആൻഡ് സ്കേർബ്സ്, അതേപോലെ തന്നെ മൗണ്ടെയിൻ ഫോറസ്റ്റ്, ലാസ്റ്റ് വൺ മാൻഗ്രൂവ് ഫോറസ്റ്റ്. ഇതിൻ്റെ ഒക്കെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അത് എവിടെയാണെന്നല്ലേ, അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൈലം ഇതുപോലെ തന്നെ അവതരിപ്പിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ നിഞ്ച ബാച്ചിനകത്ത്. നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിക്കുക, നിഞ്ച ബാച്ചിൻ്റെ ഒക്കെ ഭാഗമായി മാറുക. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യുക മക്കളെ, പഠിക്കുക. ഈ വരുന്ന എക്സാമിനകത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഫുൾ മാർക്ക് നമുക്ക് എന്ത് ചെയ്യണം, നേടണം. സോ ഓൾ ദി ബെസ്റ്റ് എവരിവൺ, ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, താഴെ കമൻറ്റ് ചെയ്യണം. സോ ബൈ എവരിവൺ.